ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തി ദേഹം ശ്രീഗുരും ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാം വിദം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഗണ ലളിത ശ്രീ വിശാഖാം വിദം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ച കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനി ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. സോ ഇന്നത്തെ നമ്മുടെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ മോഡ്യൂൾ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ എല്ലാവർക്കും? സ്ക്രീൻ കാണുന്നുണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ആധ്യാത്മിക പഠനം ആഴ്ച 15, വൈദിക ശാസ്ത്ര പഠനത്തിൽ നിന്ന് ബൈ ഹിസ് ഹോളിനെസ് സത്സ്വരൂപ ദാസ് ഗോസ്വാമി. ഇത് ഇന്നത്തെ ഈ മോഡ്യൂള് ഡിഫറൻസ് ആചാര്യന്മാരെ പറ്റിയിട്ടാണ്. ശങ്കരാചാര്യര്, രാമാനുജാചാര്യര്, മാധവാചാര്യര്, ചൈതന്യ മഹാപ്രഭു, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിവിധ സമ്പ്രദായത്തിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആചാര്യന്മാരെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ആരൊക്കെയാണ് ആചാര്യന്മാർ, എന്താണ് അവരുടെ സിദ്ധാന്തം എന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പോൾ ശ്രീദേവി മാതാജി ഒന്ന് വായിക്കൂ ആദ്യത്തെ പാരഗ്രാഫ്. ആചാര്യന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. വൈദിക വിജ്ഞാനത്തിന്റെ നിപുണനായ ഒരു അധ്യാപകനെയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. അദ്ദേഹം ശാസ്ത്രങ്ങളിലെ അറിവ് പകർന്നു കൊടുക്കുകയും ആ ശാസ്ത്രവിധിക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. വൈദിക ജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം ഈ ആചാര്യന്മാരിലാണ് നിക്ഷിപ്തമായിരുന്നത്. ആകയാൽ അവർ ഈ ജ്ഞാനത്തിന്റെ വ്യക്തിഗത പ്രതിനിധികളായിരുന്നു. ആരാണ് ആചാര്യൻ? എന്താണ് നമുക്കിന്ന് മനസ്സിലാക്കിയത്? അപ്പോൾ ഒരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനിഷൻ, എന്താണ് അതിന്റെ നിർവചനം? നിജി മാതാജി, എന്താണ് മനസ്സിലായത്? ആരാണ് ഒരു ആചാര്യൻ? ഒരു ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനം പകർന്നു തരുന്ന ഒരാള്. നമുക്ക് ജ്ഞാനം പകർന്നു തരുന്ന ഒരാള്. അതെ, അത്രത്തിൽ ഒതുക്കണം നമുക്ക്. അല്ല, ഐ മീൻ ഒരു മിനിറ്റ്. ഒരാള് വളരെ വലിയൊരു ജ്ഞാനി, ലൈക്ക് ആചാര്യൻ എന്നുള്ള ആചാര്യന് നല്ല ജ്ഞാനം ഉണ്ടാവും. ആ ജ്ഞാനം വേറെ ആൾക്ക് പകർന്നു തരും. പിന്നെ ആ ജ്ഞാനി ഐ മീൻ ആ ആചാര്യനെ അറിയുന്ന ജ്ഞാനത്തിലാണ് അവർ ജീവിക്കുന്നത്. ലൈക്ക് അതനുസരിച്ച് അവർ ജീവിക്കുകയും ചെയ്യും. സോ മെയിൻ ആയിട്ട് അത് അനുസരിച്ച് ജീവിക്കുന്ന ആളും ആ ജ്ഞാനത്തില് നല്ല നിപുണനുമാണ്. പ്ലസ് അത് നമുക്ക് പകർന്നു തരും ചെയ്യും. ആ ജ്ഞാനം വേറൊരാൾക്ക് പകർന്നു തരും ചെയ്യും. ശരി, ഇതാണ് ശരിക്കുള്ള ഡെഫിനേഷൻ. ഒരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ആചരിക്കുന്ന ഒരാളായിരിക്കണം. എന്ത് താൻ പഠിപ്പിക്കുന്നുവോ അത് ആചരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. പിന്നെ ഒരു സമ്പ്രദായത്തിന്റെ ആചാരം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വ്യക്തികൾക്ക്, നമ്മുടെ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടാണ്.
അപ്പൊ ആചാര്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പദവിയാണ്. അപ്പോ അതേപോലെ ആത്മീയ ജ്ഞാനം മാത്രം ഉണ്ടായാൽ പോരാ, അതേ പ്രകാരം ജീവിക്കും വേണം. ഒരു പൊതുപ്രവർത്തനായിട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കില്ലേ, ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം. ഒരു പൊളിറ്റീഷ്യൻസിനോ ഒരു ഫിലിം സ്റ്റാർസിനോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് സ്റ്റാർസിനോ അല്ലെങ്കിൽ ഒരു ഭൗതിക ലോകത്തിലെ ബുദ്ധിജീവിക്കോ ഒരു ആചാര്യനാവാൻ സാധിക്കില്ല. എല്ലാം വെടിഞ്ഞ് ഭഗവാനിൽ സമർപ്പണം ചെയ്ത അത് നമ്മുടെ ഈശ്വര സാക്ഷാത്കാരം, ആധ്യാത്മിക സാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ആചാര്യനാവാൻ പറ്റുള്ളൂ. അപ്പോൾ ആചരിക്കും കൂടി വേണം. എന്ത് പ്രവചിക്കുന്നു, എന്ത് താൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത് ജീവിതത്തിലെ ആചരിച്ച് കാണിച്ചു കൊടുക്കും വേണം. അപ്പോഴേ ആചാര്യനാവുള്ളൂ. ആ തരത്തിലുള്ള, അതായത് ചുരുക്കത്തില് ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരായ മാത്രമേ ഒരു ആചാര്യന്റെ ആ പദവിയിലേക്ക് വരാൻ പറ്റുള്ളൂ. സമൂഹത്തിന് എന്താണ് ഈ മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ എങ്ങനെ ആ ഉദ്ദേശം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ തക്ക വിധം അറിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആചാര്യ പദവിക്ക് പറ്റൂ. നമ്മള് ഇസ്കോണിന്റെ, അതായത് കൃഷ്ണാവബോധത്തിന്റെ ആ സ്ഥാപകനെ സ്ഥാപക ആചാര്യൻ എന്നാ പറയുന്നത്. അദ്ദേഹം സ്ഥാപക ആചാര്യനാണ്. ഹീസ് ഡിവൈൻ ഗ്രേസ് ഫൗണ്ടർ ആചാര്യ. ഈ ഇസ്കോണിന്റെ ഫൗണ്ടർ ആചാര്യനാണ്. അദ്ദേഹത്തിന് ആചാര്യനായിട്ട് നമുക്ക് പറയാം. ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരിക്കും, ഗുരു ഒരുപാടുണ്ടായിരിക്കും. എല്ലാ ഗുരുക്കന്മാരും ആചാര്യനാവണമെന്നില്ല. ഗുരുവിന്റെക്കാളും എത്രയോ ഒരു മിനിറ്റ് കേട്ടോ. ഇസ്കോൺ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നുള്ള ഈ മറ്റേ ആത്മീയ സ്ഥാപനം, അത് അതിന്റെ ഫൗണ്ടർ ആചാര്യ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ് ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശിലപ്രഭുപാദാണ്. അദ്ദേഹത്തിന് അതിന്റെ ഫൗണ്ടർ ആചാര്യ എന്നും പറയുന്നു. അപ്പോൾ ആ നിലവിലേക്ക്, ആ പദവിയിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ അത്രയും ഒരു നല്ലൊരു ശുദ്ധ ഭക്തന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഭഗവാന്റെ കാര്യത്തിൽ മാത്രം ഒഴുകി ഭൗതിക ലോകം വെടിഞ്ഞ് അങ്ങനെ ആ തലത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് ആ സ്ഥാനം പദവി കിട്ടുള്ളൂ. ഇതാണ് ആചാര്യൻ. അപ്പോൾ അതേപോലുള്ള ആചാര്യന്മാരെ നമുക്കറിയുന്ന 4 പ്രൊമിനന്റ് ആചാര്യന്മാരെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്. ശ്രീ ശങ്കരാചാര്യൻ. സതീഷ് ബാബു ഒന്ന് വായിക്കും. മ്യൂട്ടാണ് പ്രഭുജി. ശ്രീ ശങ്കരാചാര്യർ ഒരു ശൈവ സന്യാസിയായിരുന്നു. ഭഗവാൻ ശിവന്റെ വിശ്വാസി. AD 788 മുതൽ 820 വരെയായിരുന്നു കാലഘട്ടം. തെക്കേന്ത്യയിലെ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരു യോഗിയായി തീരുകയും വിവേക ചിന്താമണി, ശാരീരിക ഭാഷ്യം എന്നിങ്ങനെ 2 കൃതികൾ രചിക്കുകയും ചെയ്തു. അദ്ദേഹം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും 32ാമത്തെ വയസ്സിൽ ദേഹം വെടിയുകയും ചെയ്തു. ശ്രീ ശങ്കരാചാര്യരുടെ ജീവിതകാലത്ത് ബുദ്ധമതത്തിന് ഇന്ത്യൻ ചക്രവർത്തിയായിരുന്ന അശോകന്റെ സംരക്ഷണം ലഭിക്കുകയും അങ്ങനെ അത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. ശ്രീ ബുദ്ധൻ പൂർണ്ണമായും തിരസ്കരിച്ച വൈദിക സാഹിത്യത്തെ ശ്രീ ശങ്കരാചാര്യർ അതിന്റെ ആധികാരികത ഊന്നി പറഞ്ഞുകൊണ്ട് ധാർമ്മിക ജീവിതത്തെ ശുദ്ധീകരിക്കാനുള്ള പരിഷ്കാരങ്ങൾ അന്വേഷിച്ചു. അടുത്തുകൂടി വായിക്കണം പ്രഭുജി. ശ്രീ ശങ്കരന്റെ വൈദിക സാഹിത്യ വ്യാഖ്യാനം അദ്വൈത വേദാന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജീവാസ് അല്ലെങ്കിൽ ജീവാത്മക്കൾ തന്നെയാണ് പരമസത്യം അഥവാ പരബ്രഹ്മം എന്നും ആധ്യാത്മിക നിലനിൽപ്പിൽ ആത്യന്തികമായി വ്യത്യസ്തതയോ വ്യക്തിത്വമോ ഒന്നും തന്നെ ഇല്ലെന്നും അദ്ദേഹം പഠിപ്പിച്ചത്. പരമാത്മാവ്, ജീവാത്മാവ് ഇവ രണ്ടിനും നൽകുന്ന വ്യക്തിത്വം തെറ്റാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചത്. ശ്രീ ശങ്കരന്റെ തത്വജ്ഞാനം ഒരുപക്ഷെ നിരീശ്വരവാദത്തിനും ഈശ്വരവിശ്വാസത്തിനും ഇടയ്ക്കുള്ള അനുനയമായി കണക്കാക്കാം. കാരണം ശ്രീ ബുദ്ധന്റെ പൂർണ്ണമായ നിരീശ്വരവാദത്തിന് തൊട്ടുപുറകെ വൈദിക സാഹിത്യത്തിലെ ഈശ്വരവിശ്വാസം വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത് അന്നത്തെ ചുറ്റുപാടിൽ അസാധ്യമായിരുന്നു. അപ്പോൾ ശ്രീ ശങ്കരാചാര്യൻ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ആചാര്യനാണ് ശ്രീ ശങ്കര. കാരണം വെച്ചാൽ കേരളത്തിലെ കാലടിയിലാണ് അദ്ദേഹത്തിന്റെ ആവിർഭാവം. ശ്രീ ശങ്കരാചാര്യ ഒരു ശൈവസന്യാസി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ശൈവ സന്യാസി എന്ന് പറയുന്നത്? കാരണം അദ്ദേഹം ആരാണ്? നമുക്കെല്ലാം അറിയാം. ആരുടെ ഇൻകാർണേഷൻ ആണ് ശങ്കരാചാര്യൻ?
ശിവന്റെ അതെ, ലോർഡ് ശിവന്റെ ഇൻകാർണേഷൻ. ഭഗവാൻ വിഷ്ണു ലോർഡ് ശിവനോട് പരമശിവനോട് പറഞ്ഞു ശങ്കരാചാര്യരായിട്ട് വന്ന് അദ്വൈതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ശങ്കരാചാര്യർ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു പൊതുവെ നിലനിന്നിരുന്ന ഒരു സിദ്ധാന്തം? ശങ്കരാചാര്യർക്ക് മുമ്പ് എന്തായിരുന്നു? ഏത് സിദ്ധാന്തമായിരുന്നു നിലവിലുണ്ടായിരുന്നത്? ആരൊക്കെയാണ് അറിയോ? ബുദ്ധ ആണോ പ്രഭുജി? യെസ്, അതെ, ബുദ്ധനായിരുന്നു. ബുദ്ധമതമായിരുന്നു നിലവിലുണ്ടായിരുന്ന മതം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ബുദ്ധൻ ഒരു അവതാരമാണ്, ഭഗവാന്റെ തന്നെ ഒരു അവതാരമാണ് ബുദ്ധമതം. ഓക്കെ, അപ്പൊ ആ ബുദ്ധമതം ഭഗവാൻ തന്നെ പ്രചരിപ്പിച്ചത് ഒരു മതമാണ്, ഒരു ധർമ്മമാണ് അല്ലെ? പക്ഷെ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് ശങ്കരാചാര്യർ വന്നത്. ആ മതം ഒരു വോയിഡിസമാണ്, അല്ലെങ്കിൽ ഒരു എത്തിസ്റ്റിക് റിലിജിയാണ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലാണ് ആ ബുദ്ധമതത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് ശ്രീ ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തം കൊണ്ടുവന്നത്. അപ്പൊ ഭഗവാൻ തന്നെ കൊണ്ടുവന്ന മതമാണെങ്കിൽ എന്തിനാണ് അങ്ങനത്തെ ഒരു മതം സ്ഥാപിക്കാൻ പോയത്? പിന്നെ ബുദ്ധൻ ഭഗവാൻ തന്നെ എല്ലാവർക്കും അറിയാലോ, ബുദ്ധന്റെ അവതാരം ഉണ്ട്. ഓക്കെ, ബുദ്ധന്റെ അവതാരം ഈ ദശാവതാരത്തില് ഉണ്ട്. ജയദേവ കവികൾ പറഞ്ഞിട്ടുണ്ട് ഈ 10 അവതാരത്തില് ബുദ്ധൻ ഒരു അവതാരമാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ദശാവതാരത്തിൽ ബുദ്ധൻ ഇല്ലെങ്കിലും കൂടി ബുദ്ധൻ ഒരു അവതാരമാണെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ ബുദ്ധനും ഭഗവാന്റെ ഒരു അവതാരമാണ്. പക്ഷെ ആ ഭഗവാൻ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നാൽ അത് തെറ്റാണെന്ന് പിന്നീട് സ്ഥാപിക്കാനുള്ള കാരണം എന്താണ് അതിന് കാരണം? നമ്മളെ ഇത് ബോധ്യപ്പെടുത്തുന്നതിനുള്ള സ്റ്റെപ്സുകളാണോ പ്രഭുജി അത്? അല്ല, സിദ്ധാന്തം ടോട്ടലി തെറ്റാണ് പറയുന്നത്. ബുദ്ധമതത്തിന്റെ സിദ്ധാന്തം ടോട്ടലി തെറ്റാണ്. കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടാണോ പ്രഭുജി? യെസ്, അതൊരു പോയിന്റാണ്. മാതാജി പറഞ്ഞ ഒരു പോയിന്റാണ്. ഈ മതങ്ങളെല്ലാം വരുന്നത്, സനാതന മതം ഏത് മതമായാലും അക്കോർഡിംഗ് ടു ടൈം, പ്ലേസ് ആൻഡ് സർക്കംസ്റ്റൻസസ് ആണ്. ഓരോ കാലഘട്ടത്തിന് ഏത് തരത്തിലുള്ള ആൾക്കാരാണ്, എന്താണ് കോൺഷ്യസ്നെസ് ലെവൽ, എന്താണ് അപ്പൊ വേണ്ടത്, അപ്പൊ ആവശ്യം, അതിനനുസരിച്ചിട്ടുള്ള മതങ്ങളാണ് വരുന്നത്. ഓക്കെ, ഒരു കുട്ടിയോട് നമ്മൾ ചിലപ്പോ എന്താ പറയുക, ചെറിയ കുട്ടിക്ക് 3-4 വയസ്സായ കുട്ടി അവർ പറയുമ്പോൾ നമ്മൾ പുറത്ത് നിലാവുള്ള രാത്രി നമ്മൾ പുറത്ത് വേണ്ട എനിക്ക് അമ്പിളി മാമനെ പിടിച്ചു തരാൻ പറഞ്ഞു. യെസ്, ഇപ്പൊ പിടിച്ചു തരാം നമ്മൾ പറയാറുണ്ട്. നമുക്ക് കഴിയോ? ആ കുട്ടിയുടെ ബുദ്ധി അത്രയേ ഉള്ളൂ. അതായത് അമ്പിളി മാമനെ പിടിച്ചു തരാൻ പറ്റില്ല എന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. പക്ഷെ അച്ഛനോ അമ്മ എന്ത് പറയുന്നു? കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ പിടിച്ചു തരാം പറഞ്ഞിട്ട് കുട്ടിയെ സമാധാനിപ്പിക്കുക. അതേപോലെ ഓരോ അക്കോർഡിംഗ് ടു ടൈം, പ്ലേസ് ആൻഡ് സർക്കംസ്റ്റൻസസില് ഓരോരുത്തരുടെ കോൺഷ്യസ്നെസ് ലെവൽ എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ട് മതം, അത് തെറ്റല്ല, പക്ഷെ മതം അത് അവര് നല്ല രീതിയിലേക്ക് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വരുന്ന ആ ഒരു സിദ്ധാന്തം അവര് നടപ്പിലാക്കുന്നു മാത്രം. അപ്പോ ബുദ്ധമതം വന്ന സമയത്ത് അന്നത്തെ ആൾക്കാരെ ജീവിച്ചിരുന്നത് എല്ലാ മൃഗങ്ങളെയും സ്ലോട്ടർ ചെയ്തിട്ട് മാംസം കഴിച്ചിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. ഓക്കെ, അത് വളരെ തെറ്റായിട്ട്, അതായത് വേദങ്ങളിലെ സാക്രിഫൈസ്, അനിമൽ സാക്രിഫൈസ് പറഞ്ഞിട്ടുണ്ട്. മൃഗബലി, അതായത് മൃഗങ്ങളെ സാക്രിഫൈസ് ചെയ്യാൻ യജ്ഞത്തിന് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. ആ പ്രൊവിഷനെ ദുരുപയോഗപ്പെടുത്തിയിട്ട് മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ ആ ബലി അല്ലെങ്കിൽ സാക്രിഫൈസ് എന്ന പേരിൽ ആൾക്കാരെ അതിനെ ദുരുപയോഗം ചെയ്തിരുന്നു. അപ്പൊ അവരെ നിർത്താൻ വേണ്ടിയിട്ട് ബുദ്ധൻ, അതായത് ഭഗവാൻ സ്വയം ബുദ്ധനായിട്ട് വന്ന് കംപ്ലീറ്റ്, അതായത് വേദങ്ങളെ റിജക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഡോണ്ട് ഫോളോ വേദത്തിന്റെ ആ പ്രൊവിഷൻ കാരണമാണ് അവര് യജ്ഞത്തിന്റെ പേരിൽ മൃഗങ്ങളെ കൊന്നു കഴിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അതിന്റെ ശരിക്കുള്ള എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാക്കാതെയാണ് അവർ ആ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വയം ഭഗവാൻ ബുദ്ധന്റെ ആ അവതാരം എടുത്ത് വന്ന് പറഞ്ഞു,
ഈ ബലി സാക്രിഫൈസ്, അനിമൽ സാക്രിഫൈസ് പാടില്ല, ഹിംസ പാടില്ല, വേദങ്ങൾ തെറ്റാണ്, ഡോണ്ട് ഫോളോ വേദാസ് ഫോളോ മീ. അപ്പൊ ടോട്ടലി വേദത്തിനെ അങ്ങോട്ട് റിജക്ട് ചെയ്തു. അപ്പൊ ആൾക്കാരെ മുഴുവനെ, അന്നത്തെ ജനങ്ങളെ മുഴുവനെ അഹിംസ പഠിപ്പിച്ചു. അത് നമുക്കറിയാം ബുദ്ധമതം അല്ലെ. പക്ഷെ അഹിംസ പഠിപ്പിച്ചാലും കൂടിയിട്ട് ഇന്നത്തെ ബുദ്ധമതം ഫോളോ ചെയ്യുന്ന ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. പക്ഷെ അത് അങ്ങനെ കുറെ കാലം നടന്നു. അതിനെ പക്ഷെ വേദങ്ങളെ റിജക്ട് ചെയ്യാൻ ഭഗവാൻ പറഞ്ഞു. ആ വേദങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. കാരണം വെച്ചാൽ ഭഗവാന്റെ ശ്വാസമാണ് വേദം. വേദം ഭഗവാനായിട്ട് യാതൊരു വ്യത്യാസമില്ല. അപ്പോ ആ വേദങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ശിവനോട് ഭഗവാൻ സ്വന്തം എക്സ്പ്ലനേഷൻ ആയ ശിവഭഗവാനോട് പറഞ്ഞു, ശങ്കരാചാര്യന്റെ രൂപത്തിൽ വന്നിട്ട് വേദങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ, തിരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ലോർഡ് ശിവ came as Adi Shankaracharya to re-establish the importance of Vedas. പക്ഷെ ഒരു ഭഗവാനില്ല, വേദങ്ങളില്ല, എല്ലാം ശൂന്യമാണ്. ആ ഫിലോസഫിന്ന്, ആ സിദ്ധാന്തത്തിന് ഡയറക്റ്റ്ലി ഒരു പേഴ്സണൽ ഫിലോസഫി കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് ഇവിടെ ഒരു കോംപ്രമൈസ് എന്ന് എഴുതി ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും, കണ്ടോ, നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ശ്രീ ശങ്കരന്റെ തത്വജ്ഞാനം ഒരു പക്ഷേ നിരീശ്വരവാദത്തിനും ഈശ്വര വിശ്വാസത്തിനും ഇടയ്ക്കുള്ള അനുനയമായി കണക്കാക്കാം. ഒരു കോംപ്രമൈസ് ആണ് ബിറ്റ്വീൻ വോയിഡിസം ആൻഡ് പേഴ്സണലിസം. അപ്പൊ ഡയറക്ട്ലി പേഴ്സണലിസം, ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്നുള്ള ആ സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. സ്ലോ ആൻഡ് സ്റ്റഡി. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഒരു ദുശീലമുണ്ട്, സിഗരറ്റ് വലിക്കുന്ന ദുശീലമുണ്ട്. ഓക്കെ, ഒരാള് 10, 30, 40, 50 സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്ന, നാളെ അയാളോട് പറയാണ് സിഗരറ്റ് വലി ഹാനികരമാണ്, നിങ്ങൾ നാളെ മുതൽ നിർത്തണം പറഞ്ഞാൽ നിർത്താൻ പറ്റുമോ അദ്ദേഹത്തിന്? പറ്റില്ല, ഉടനെ നിർത്താൻ. അപ്പൊ പതുക്കെ അതിന്റെ ഇൽ എഫക്ട്സ് പറഞ്ഞു കൊടുത്ത് 30 20 ആക്കി, 20 10 ആക്കി, 5 ആക്കി, അങ്ങനെ 1 ആക്കി കുറച്ച് സമയം എടുത്തിട്ട് അതിനെ ഇല്ലാതാക്കാം. അതേപോലെ ഡയറക്ട്ലി ഫ്രം വോയിഡിസം ടു പേഴ്സണലിസം ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് ഈ അനുനയം അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശിവനോട് പറഞ്ഞത്. അപ്പോ വോയിഡിസം, ഭഗവാനില്ല, എല്ലാം വോയിഡാണ്, എല്ലാം ശൂന്യം എന്നുള്ള ഒരു സിദ്ധാന്തമാണ് ബുദ്ധമതം പ്രചരിപ്പിച്ചത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് അഹിംസ, ഹിംസ പാടില്ല. ഒരാൾക്കും പെയിൻ കൊടുക്കാൻ പാടില്ല, ഒരാൾക്കും പ്രശ്നങ്ങൾ, അതായത് ഒരാളെ ഒരു മൃഗത്തിനെ എസ്പെഷ്യലി വധിച്ചിട്ട് അതിനെ നമ്മൾ കഴിക്കുക, നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി അവരുടെ ജീവിതം നമുക്ക് എടുക്കാനുള്ള അവകാശമില്ല. നമ്മളെ പോലെ അവർക്കും ജീവനുണ്ട്, അവർക്കും പെയിൻ ആൻഡ് പ്ലഷേഴ്സ് ഉണ്ട്. അത് മനസ്സിലാക്കി നമ്മള് ഒരാളെയും ഹിംസിക്കാൻ പാടില്ല എന്നുള്ള ആ നയം കൊടുന്നത് വേദങ്ങളെ തിരസ്കരിച്ചിട്ടായിരുന്നു, റിജക്ട് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ആ വേദങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യന്റെ അവതാരം, അതായത് ലോർഡ് ശിവന്റെ അവതാരം ശങ്കരാചാര്യനായിട്ട്. ഇതാണ് ഒരു കോംപ്രമൈസ്. അപ്പോ ശങ്കരാചാര്യൻ എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഭാഷ്യം എന്തായിരുന്നു? എന്താണ് ഇതിൽ പറഞ്ഞത്? എന്ത് ഭാഷയാണ് അദ്ദേഹത്തിന്റെ? അദ്വൈത വേദാന്തം. അതിന്റെ എന്താണ് ആ ബുക്ക്, 2 കൃതികൾ എഴുതിയിരിക്കുന്നത്, അതിന്റെ ഏത് ഭാഷയാണ്? ശാരീരിക ഭാഷ്യം. ഓക്കെ, ഓരോ സിദ്ധാന്തത്തിനും ഓരോ ഭാഷ്യമുണ്ട്. ഓക്കെ, അപ്പൊ അദ്വൈത സിദ്ധാന്തം അതിന്റെ ഭാഷ്യം ശാരീരിക. എന്താണ് ശാരീരിക ഭാഷ്യം പറയുന്നത്? ഭഗവാനും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, ഞാനും ഭഗവാനും ഒന്നാണ്. അവിടെ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. ഞാൻ തന്നെയാണ് പരമാത്മാവ്, പക്ഷെ ഞാനത് അറിയുന്നില്ല. ഓക്കെ, എനിക്ക് റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ, എനിക്ക് ആ വിജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഞാൻ ഭഗവാനാണെന്നുള്ള ആ സത്യം മനസ്സിലാക്കുന്നു. അപ്പൊ അദ്വൈതം, രണ്ടല്ല, ഞാൻ ഒന്നാണ്, ഞാനും ഭഗവാനും. ഐ ആം നാരായണ, യു ആർ നാരായണ, എല്ലാവരും. പക്ഷെ ആ ഒരു ഫിലോസഫി ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ലോ ആൻഡ് ഗ്രാജുവൽ റിഫൈൻമെന്റ് ആണ് ഈ സിദ്ധാന്തങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോ ഭഗവാനും, അതായത് ഭഗവാൻ എന്ന പരമാത്മാവ്, ജീവാത്മാവ് നമ്മൾ, അത് രണ്ടും ഒന്നാണ്. അതാണ് ഈ സിദ്ധാന്തമാണ്, അതാണ് മോണിസം എന്ന് പറയുന്നത്.
പറഞ്ഞു മനസ്സിലായല്ലോ? അദ്വൈതം ആക്ച്വലി അദ്വൈതം പറഞ്ഞാൽ രണ്ടല്ല, ഓക്കെ, ഒന്നാണ്. പക്ഷെ ശരിക്കുള്ള ഫിലോസഫി ഈസ് വൺ വിത്ത് സെക്കൻഡ്. ഭഗവാൻ ഇസ് എലോൺ. നമുക്ക് ഭഗവാൻ ആവാൻ പറ്റില്ല ആക്ച്വലി. പക്ഷെ ഇവിടെ ഇന്റർപ്രിട്ടേഷൻ വന്നത് ഞാനും ഭഗവാനും ഒന്നാകുന്നു എന്നുള്ളൊരു സിദ്ധാന്തമാണ്. വളരെ ഫേമസ് സിദ്ധാന്തമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് സിദ്ധാന്തം. നമുക്ക് എങ്ങനെയൊക്കെ ഞാൻ ഭഗവാനാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഭഗവാന്റെ ചൈതന്യം എന്നിലുണ്ട്, നിങ്ങളുടെ എല്ലാവരും ഉണ്ട്, എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ ഭഗവാൻ എന്നുള്ള സിദ്ധാന്തത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാനാണ് ഭഗവാൻ ആകുന്നത്? ആർക്കും തോന്നുന്നുണ്ടോ അവനവൻ ഭഗവാനാണെന്ന്? ഇല്ല. അപ്പൊ അത് ശങ്കരാചാര്യരുടെ തെറ്റല്ല. ശങ്കരാചാര്യര് എന്താണോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ട് സിദ്ധാന്തം കൊണ്ടുവന്നുള്ളൂ. ശങ്കരാചാര്യർക്ക് അറിയാം ആരാണ് ഭഗവാൻ. വിഷ്ണുവാണ് ഭഗവാൻ, കൃഷ്ണനാണ് ഭഗവാൻ, നന്നായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹത്തിനോട് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്താ? ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. ഓക്കെ, കമ്പനിയിൽ മാനേജർ നമ്മളോട് കാര്യം പറയാണ്. ചിലപ്പോൾ നുണയായിരിക്കാം. നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ് അല്ലെ? ചില സമയത്ത് അത് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമില്ലാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ നുണ പറയേണ്ടി വരും. ഭഗവാൻ, അത് എസ്പെഷ്യലി ഭഗവാൻ ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് ചെറിയൊരു നുണ പറയാൻ പറഞ്ഞു. യുധിഷ്ഠിര മഹാരാജ് എന്താണ് ആദ്യം ചെയ്തത്? ദ്രോണാചാര്യര് മരിച്ചു എന്ന് യുദ്ധക്കളത്തിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് നുണ പറയാൻ. ആനയാണ് മരിച്ചത്. ദ്രോണർ എന്ന് പറയുന്ന ഒരു ആനയായിരുന്നു അല്ലെ പ്രഭുജി? ആദ്യം പറഞ്ഞത് ദ്രോണാചാര്യർ മരിച്ചു എന്ന് പറയാൻ വേണ്ടി നുണ പറയാൻ പറഞ്ഞു. യുധിഷ്ഠിര മഹാരാജ് കേട്ടില്ല. എന്നിട്ടാണ്, അതായത് ദ്രോണാചാര്യ എന്ന പേരുള്ള ഒരു ആന, അശ്വത്ഥാമ അഥ കുഞ്ചിര അല്ലെ? അപ്പൊ അങ്ങനെ ഒരു നുണ പറയാൻ പറഞ്ഞപ്പോ യുധിഷ്ഠിര മഹാരാജ് മടിച്ചു. ആ ഭഗവാന്റെ നിർദ്ദേശത്തിനെ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് അതുവരെ യുധിഷ്ഠിര മഹാരാജാവിന്റെ തേര് ഭൂമിയിൽ നിന്നും മീതെയായിരുന്നു. അതിന് വിസമ്മതിച്ചപ്പോ അപ്പൊ ഭൂമിയിൽ താണു. ഭഗവാന്റെ ആ ഇൻസ്ട്രക്ഷനെ സമ്മതിക്കാത്ത കൊണ്ട് ഉടനെ വീണു. കാരണം യുധിഷ്ഠിര മഹാരാജ്, ഞാനൊരു സത്യസന്ധനാണ്, ഞാൻ ഒരു ഹരിശ്ചന്ദ്രനെ പോലെ ഞാൻ ഒരിക്കലും നുണ പറയില്ല, എങ്ങനെ ഞാൻ നുണ പറയാ എന്നുള്ളതായിരുന്നു. ഇപ്പൊ ആരുടെയാണ് ഇൻസ്ട്രക്ഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചാൽ, അപ്പൊ സ്വന്തം സെൽഫിഷ് മെന്റാലിറ്റി ആയിരുന്നു അവിടെ വന്നത്. എന്റെ പേര് കേടുവരുമല്ലോ, ഞാൻ എപ്പോഴും സത്യം പറയുന്ന ഒരാള് ഇങ്ങനെ നുണ പറഞ്ഞാൽ എന്റെ പേരിന് ദൂഷ്യം വരുമോ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് യുധിഷ്ഠിര മഹാരാജ് ഉണ്ടായത്. അപ്പൊ ഇവിടെ ആദിശങ്കരാചാര്യര് എന്താണോ ഭഗവാൻ വിഷ്ണു നിർദ്ദേശിച്ച് അത് പ്രകാരം സിദ്ധാന്തം പ്രചരിപ്പിച്ചു. അതാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ശ്രീ ശങ്കരന്റെ വൈദിക സാഹിത്യ വ്യാഖ്യാനം അദ്വൈത വേദാന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ജീവാത്മാക്കൾ തന്നെയാണ് പരമസത്യം അഥവാ പരബ്രഹ്മം. അപ്പൊ നമ്മൾ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി. ഓക്കെ, നമ്മൾ പരബ്രഹ്മമല്ല. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. പക്ഷെ ഇവിടെ പഠിപ്പിച്ചു കൊടുത്തത് നമ്മൾ തന്നെയാണ് പരബ്രഹ്മം എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. രണ്ടായത് ജീവാത്മാവും പരമാത്മാവും രണ്ട് വ്യക്തികളില്ല, എല്ലാം ഒന്നാണ്. ഓക്കെ, ആധ്യാത്മിക നിലനിൽപ്പിൽ ആത്യന്തികമായ വ്യത്യസ്തയോ വ്യക്തിത്വമോ ഒന്നും തന്നെ ഇല്ല എന്നുമാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അപ്പൊ നമുക്കൊന്നൊരു എറ്റേണൽ എക്സിസ്റ്റൻസ്, ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല. നമ്മൾ ഈ ദേഹം വെടിഞ്ഞാൽ നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല എന്നാ പറയുന്നത്. നമ്മൾ ആ ഭഗവാനിൽ അലിഞ്ഞു ചേരും എന്നുള്ള ആ സിദ്ധാന്തമാണ് പഠിപ്പിച്ചു. അപ്പോ പരമാത്മാവ് ജീവാത്മാവ് രണ്ടിനും നൽകുന്ന വ്യക്തിത്വം തെറ്റാണെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. രണ്ടിനും വ്യക്തിത്വമില്ല, അതായത് പരമാത്മാവിനും വ്യക്തിത്വമില്ല, ജീവാത്മാവിനും വ്യക്തിത്വമില്ല. പക്ഷെ വൈഷ്ണവ സിദ്ധാന്ത പ്രകാരം ഭഗവാനും ഒരു വ്യക്തിയാണ്, ജീവാത്മാവും ഒരു വ്യക്തിയാണ്. ശക്തിയല്ല, ശക്തി വ്യക്തിയിൽ നിന്നാണ് ശക്തി വരുന്നത്. ശക്തി ഉണ്ട്, പക്ഷെ ശക്തി സെക്കൻഡറി. പക്ഷെ ആദിശങ്കരാചാര്യരുടെ സിദ്ധാന്തം അനുസരിച്ച് വ്യക്തിത്വം അവർ രണ്ടുപേർക്കും ഇല്ല.
രണ്ടുപേരും ഒന്നാണ്. പക്ഷെ ഈ നമുക്ക് ഈ വ്യക്തിത്വം നമ്മളുടെ ഈ ജീവൻ വെടിഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോ മനസ്സിലായോ എന്താണ് ഒരു ഇൻ ബ്രീഫ് എന്താണ് ആദി ശങ്കരാചാര്യരുടെ സിദ്ധാന്തം? മനസ്സിലായില്ലേ? അദ്വൈതം രണ്ടല്ല, ഒന്നാണ്. അതായത് ജീവാത്മാക്കളും പരമാത്മാവും ഒന്നാണ്, രണ്ടല്ല. അവർക്ക് വ്യക്തിത്വമില്ല. ഭഗവാൻ ഒരു വ്യക്തിയല്ല, ഭഗവാൻ ഒരു ശക്തിയാണ്, പരബ്രഹ്മനാണ്. അതിനൊരു ഒരു വ്യക്തിത്വം, ഒരു രൂപം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ ഫിലോസഫിയാണ് ആദി ശങ്കരാചാര്യർ കൊണ്ടുവന്നത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ. സോ അടുത്ത ശ്രീ രാമാനുജാചാര്യർ. പ്രിയമാതാജി ഒന്ന് വായിക്കും. ശ്രീ രാമാനുജനാചാര്യർ AD 1137 തെക്കേന്ത്യയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹം പ്രചരണത്തിന് വേണ്ടി വിപുലമായ സഞ്ചാരം നടത്തി. ഒരു കാലത്ത് അദ്ദേഹം തെക്കേന്ത്യയിലെ ശ്രീരംഗം എന്ന സ്ഥലത്തെ വിഷ്ണു ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയായിരുന്നു. അദ്ദേഹം പ്രധാനമായും 3 വിമർശനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് വേദാന്ത സംഗ്രഹം, വേദങ്ങളെ കുറിച്ച്. 2 ശ്രീഭാഷ്യം, വേദാന്ത സൂത്രത്തെ കുറിച്ച്. 3 ഭഗവത്ഗീത ഭാഷ്യം, ഭഗവത്ഗീതയെ കുറിച്ച്. ശ്രീ രാമാനുജനാചാര്യർ നന്നായി അറിയപ്പെട്ടിരുന്നത് വൈഷ്ണവ സിദ്ധാന്തത്തിന്റെ ശക്തമായ അവതരണത്തിലും ശ്രീ ശങ്കരാചാര്യരുടെ അവ്യക്തിഗതവാദത്തിനോടുള്ള എതിർപ്പിലുമാണ്. ശ്രീ രാമാനുജനാചാര്യൻ വിശിഷ്ട അദ്വൈതം അല്ലെങ്കിൽ യോഗ്യമായ ദ്വൈതം കണ്ടുപിടിച്ചു. അദ്ദേഹം പഠിപ്പിച്ചത് പരബ്രഹ്മനും അഥവാ പരമസത്യം ജീവാത്മാക്കളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും പരമദിവ്യോത്തമ പുരുഷനും ജീവാത്മാക്കളും തമ്മിൽ ഒരു പ്രേമ ബന്ധമുണ്ട് എന്നുമാണ് അദ്ദേഹം വിശിഷ്ടമായി എടുത്തു കാട്ടുന്നത്. പരമസത്യം എന്തെന്നാൽ എന്താണോ മാറിക്കൊണ്ടിരിക്കുന്നത്, ഭൗതിക പ്രകൃതിയും ജീവാത്മാവും, അതുപോലെ എന്താണോ മാറ്റമില്ലാത്തത് അതീന്ദ്രിയമായ പരംപുരുഷൻ, ഇത് രണ്ടും കൂടിച്ചേർന്നതാണ് എന്നാണ്. ഭഗവാന്റെ ആത്മീയ ശക്തിയിലൂടെ ജീവാത്മാവിന് ഭൗതിക പ്രകൃതിയെ ആത്മീയമാക്കി മാറ്റാൻ സാധിക്കുമെന്നും അങ്ങനെ ശാശ്വതമായ വിഷ്ണുധാമത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നുമാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അപ്പോ ശ്രീ രാമാനുജാചാര്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ ശ്രീരംഗം ടെമ്പിളിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? അപ്പോൾ വളരെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ടെമ്പിളാണ്. 7 ഗേറ്റ് ഉണ്ട്. പോണം, എല്ലാവരും പോണം. രാമാനുജാചാര്യരുടെ മോർട്ടൽ ബോഡി ഇപ്പോഴും അവിടെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1000 വർഷത്തിന് മീതെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരം അവിടെ പ്രിസർവ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ട്. അവിടെ ആരത്തി ഡെയിലി നടക്കുന്നുണ്ട്. പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ മറ്റേ മോഡൽ ബോഡിയും കൂടി കാണാൻ ശ്രമിക്കുക. ഓക്കെ. റീസെന്റ് വന്ന വൈഷ്ണവ ആചാര്യന്മാരിൽ പ്രധാനിയാണ് രാമാനുജാചാര്യൻ. AD 1017 to 1137 വരെയാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം ശ്രീരംഗം ടെമ്പിളിലെ പ്രധാന പൂജാരി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികളാണ് 3 മെയിൻ ആയിട്ടുള്ളത്. വേദാന്ത സംഗ്രഹം, വേദങ്ങളെ കുറിച്ചുള്ളത്. ശ്രീഭാഷ്യം, അതാണ് അദ്ദേഹം എഴുതിയ ഭാഷ്യം. അപ്പോൾ ഏതൊരു സമ്പ്രദായത്തിനും ഒരു ഭാഷ്യം ഉണ്ടായിരിക്കും. ആ ഭാഷയുടെ ശ്രീഭാഷ്യം, വേദാന്ത സൂത്രത്തെ കുറിച്ച്, അത് കമന്ററി ഓൺ വേദാന്ത സൂത്രമാണ്. പിന്നെ ഭഗവത്ഗീത ഭാഷ്യം, അത് ഭഗവത്ഗീതയെ പറ്റിയുള്ള കമന്ററിയാണ്. അപ്പോ അദ്ദേഹം കൊണ്ടുവന്ന സിദ്ധാന്തം വൈഷ്ണവ സിദ്ധാന്തമാണ്. മറ്റേത് ആദി ശങ്കരാചാര്യൻ കൊണ്ടുവന്ന സിദ്ധാന്തം അത് ഇംപേഴ്സണലിസ്റ്റ് സിദ്ധാന്തമാണ്, മായാവാദ സിദ്ധാന്തമാണ്.
കാണിച്ചാൽ എല്ലാം മായ എന്നുള്ള ഒരു സിദ്ധാന്തം. ഇവിടെ ഇത് വൈഷ്ണവ സിദ്ധാന്തത്തിന്റെ തുടക്കമാണ് ഈ അടുത്ത കാലത്തുള്ള സമയത്ത്. ഓക്കെ, വൈഷ്ണവ സിദ്ധാന്തം അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നല്ല. വൈഷ്ണവ സിദ്ധാന്തം എപ്പോഴും ഉള്ളതാണ്, എറ്റേണലി എക്സിസ്റ്റ് ആണ്. പക്ഷെ അടുത്ത കാലത്ത് അതിനെ ശരിക്കും റിജുവിനേറ്റ് ചെയ്ത് റീ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ആചാര്യനാണ് രാമാനുജാചാര്യൻ. ഓക്കെ, സോ വൈഷ്ണവ സിദ്ധാന്തത്തിന്റെ ശക്തമായ അവതരണത്തിലും ശ്രീ ശങ്കരാചാര്യരുടെ അവ്യക്തവേദ എന്താണ് ശ്രീ ശങ്കരാചാര്യരുടെ അവ്യക്തിഗതവാദത്തിനോടുള്ള എതിർപ്പാണ്. അപ്പോ ആരാണ് രാമാനുജൻ? രാമ അനുജൻ ആരാണത്? ലക്ഷ്മണൻ. ലക്ഷ്മണൻ. ഓക്കെ, അല്ലെങ്കിൽ ബലരാമൻ. ബൽറാം. അവരാണ് ഈ രാമാനുജനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ശങ്കരാചാര്യരുടെ ആ സിദ്ധാന്തം ശരിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിരുന്നുവെങ്കിൽ രാമാനുജാചാര്യർക്ക് ഈ സിദ്ധാന്തം പ്രചരിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? അല്ലേ? അപ്പൊ നമുക്കത് മനസ്സിലാവാം, അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. ബുദ്ധന്റെ ആ സിദ്ധാന്തത്തിൽ എങ്ങനെ പ്രശ്നം ശങ്കരാചാര്യർ കണ്ടു, അതേപോലെ ശങ്കരാചാര്യരുടെ ആ സിദ്ധാന്തവും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ, അത് അറിയുന്നു, ഭഗവാനെല്ലാം അറിയാം, ഭഗവാൻ അറിയുന്നത് കൊണ്ടാണ് ആരെ പറഞ്ഞു വെച്ചത്? സ്വന്തം എക്സ്പാൻഷനായ ലക്ഷ്മൺ ഭഗവാനെ അല്ലെങ്കിൽ ബൽറാം ഭഗവാനെ രാമാനുജന്റെ പേരിൽ പറഞ്ഞു വെച്ചത്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം? അദ്വൈതം വിശിഷ്ട അദ്വൈതമാണ്. വിശിഷ്ട അദ്വൈതം, അതായത് യോഗ്യമായ ദ്വൈതം കണ്ടുപിടിച്ചു. വിശിഷ്ട അദ്വൈതം, അതായത് ശങ്കരാചാര്യ അദ്വൈതം രണ്ടും വ്യത്യാസമില്ല. ഇവിടെ ക്വാളിഫൈഡ് വണ്ണസ് ആണ്, ക്വാളിഫൈഡ് വണ്ണസ്, വിശിഷ്ട അദ്വൈതം, യോഗ്യമായ ദ്വൈതം കണ്ടുപിടിച്ചു. അദ്ദേഹം പഠിപ്പിച്ച എന്താണ്? പരബ്രഹ്മനും പരമസത്യം ജീവാത്മാക്കളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ ശങ്കരാചാര്യ പറഞ്ഞു പരബ്രഹ്മനും ജീവാത്മാവായിട്ട് യാതൊരു വ്യത്യാസമില്ല. ഇവിടെ രാമാനുജാചാര്യ പറയുന്നു പരബ്രഹ്മനും ജീവാത്മാക്കളും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും രണ്ടാണ്, നമുക്ക് ഒന്നായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ പരമദിവ്യത്വ പുരുഷനും ജീവാത്മാക്കളും തമ്മിൽ ഒരു പ്രേമബന്ധമുണ്ട്. അവരുടെ ഒരു ലവിങ് റിലേഷൻഷിപ്പും കൂടിയുണ്ട്, ഒരു പ്രേമബന്ധം കൂടിയുണ്ട്. അതായത് ജീവാത്മാവും പരമാത്മാവും തമ്മിലെ ഒരു സ്നേഹബന്ധം കൂടിയുണ്ട്. അദ്ദേഹം വിശിഷ്ടമായി എടുത്തു കാട്ടുന്ന ഈ സിദ്ധാന്തമാണ്. പരമസത്യം എന്തെന്നാൽ എന്താണോ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയും അതായത് അദ്ദേഹത്തിന്റെ സിദ്ധാന്ത പ്രകാരം ഭൗതിക പ്രകൃതിയും ജീവാത്മാവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എന്താണ് മാറാത്തത്? അതീന്ദ്രിയമായ പരമപുരുഷൻ ഭഗവാൻ ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആ സിദ്ധാന്തം. പക്ഷെ അതല്ല, ആക്ച്വലി അത് റിഫൈൻമെന്റ് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടിച്ചേർന്നതാണ് എന്നാണ് ഈ സിദ്ധാന്തം. ഭഗവാന്റെ ആത്മീയ ശക്തിയിലൂടെ ജീവാത്മാവിന് ഭൗതിക പ്രകൃതിയെ ആത്മീയമാക്കി മാറ്റാൻ സാധിക്കുമെന്നും അങ്ങനെ ശാശ്വതമായ വിഷ്ണുധാമത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നുമാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ആ സിദ്ധാന്തം ഫോളോ ചെയ്യുകയാണെങ്കിൽ ശാശ്വതമായും എറ്റേണലി നമുക്ക് ആ വൈകുണ്ഠധാമില് പ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കും, അല്ലെങ്കിൽ സാധിക്കുമെന്നാണ് രാമാനുജാചാര്യരുടെ സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും കൂടുതൽ അറിയാൻ രാമാനുജാചാര്യരെ പറ്റിയിട്ട്? ഇല്ലെങ്കിൽ അടുത്ത ആചാര്യനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് മാധവാചാര്യൻ. അപ്പൊ എങ്ങനെ ബുദ്ധൻ പ്രചരിപ്പിച്ചു, അത് കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് ശങ്കരാചാര്യര് അദ്വൈതം പ്രചരിപ്പിച്ചു, അത് കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് രാമാനുജാചാര്യര് വൈഷ്ണവ സമ്പ്രദായത്തിന് ഒരു തുടക്കം കുറിച്ചു. അതിനെ കുറച്ചും കൂടി റിഫൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കംപ്ലീറ്റ് അല്ല, ശരിയാണ്, സമ്പ്രദായം ശരിയാണ്, യാതൊരു തെറ്റുമില്ല, പക്ഷെ അതിന് കുറച്ചും കൂടി ഒരു ഫൈൻ ട്യൂണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് വന്ന ആചാര്യൻ ആരാണ്? മാധവാചാര്യൻ. ആരാണ് മാധവാചാര്യൻ? ആക്ച്വലി ആരാണ് മാധവാചാര്യൻ? ആരാണ് മാധവാചാര്യരായിട്ട് വന്നത്? Lord Shiva came as Shankaracharya, okay, and
ബലരാമ ഓർ ലക്ഷ്മണ KMS രാമാനുജാചാര്യ. അതേപോലെ മാധവാചാര്യൻ ആരാണ്? നാരദ യെസ്, ഹനുമാൻ, വായുദേവൻ. ഓക്കെ, ഹനുമാൻ. വായുദേവനാണ് മാധവാചാര്യർ വന്നത്. ഓക്കെ, ഓ. അതിനെപ്പറ്റി വായിക്കാം. ഓക്കെ, ആരാണ്? ഗീതമാതാജി വായിക്കും. മാധവാചാര്യർ. രാമാനുജനെ പോലെ മാധവാചാര്യരും ഒരു വൈഷ്ണവ സംസ്കാരത്തിൽ ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹം ശങ്കരാചാര്യരുടെ അവ്യക്തിഗതവാദത്തെ എതിർത്തു തോൽപ്പിക്കുവാൻ മുഴുവൻ സമയവും ഉപയോഗിച്ചു. മാധവാചാര്യരുടെ പൂർണ്ണപ്രചന ഭാഷ്യം ശുദ്ധദ്വൈത, അതായത് പൂർണ്ണദ്വൈതം എന്ന് വിളിക്കപ്പെടുന്ന വേദാന്ത തത്വത്തെ സ്ഥാപിച്ചു കാട്ടുന്നു. അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ അദ്ദേഹം 3 തരം ജീവാത്മാക്കളെ കുറിച്ച് വിവരിക്കുന്നു. അവ പരമദിവ്യോത്തമ പുരുഷൻ, കൃഷ്ണൻ, ജീവാത്മാക്കൾ, മൂന്നാമത്തേത് ഭൗതിക പ്രകൃതി. ഇവയാണ്. രാമാനുജനേക്കാളും കൂടുതൽ ശക്തമായി ഭഗവാനും ജീവാത്മാക്കളും എന്നെന്നും വ്യത്യസ്തമാണ് എന്ന് മാധവാചാര്യർ ശക്തമായി എടുത്തുകാട്ടി. ഭഗവാന്റെ അധമ ശക്തിയായ ഭൗതിക പ്രകൃതിയേക്കാൾ ഭഗവാൻ എന്നെന്നും അതീന്ദ്രിയമായ ഒന്നാണ്. എന്നാൽ അതേസമയം തന്നെ ജീവാത്മാക്കൾ പദാർത്ഥത്തിൽ നിന്നും വ്യത്യസ്തരാണ്. കാരണം അവർ ഉത്തമരാണ്, ഭഗവാന്റെ ഉത്തമ ശക്തിയാണ്. മാധവാചാര്യർ നിലനിർത്തി പോന്ന തത്വം എന്തെന്നാൽ ജീവാത്മാക്കൾ കേവലം പദാർത്ഥത്തിനേക്കാൾ ഉപരിയാണെങ്കിലും അവർ പരമ ദിവ്യോത്തമ പുരുഷനിൽ നിന്നും തികച്ചും ഭിന്നരാണ്. അവർ അദ്ദേഹത്തിന്റെ സേവകരാണ്. ഭഗവാൻ സർവ്വതിന്റെയും നിയന്താവും സർവതന്ത്രജ്ഞനുമാണ്. എന്നാൽ ജീവാത്മാക്കൾ മുഴുവൻ സമയവും അദ്ദേഹത്തെ ആശ്രയിക്കുന്നു. മാധവാചാര്യർ പഠിപ്പിച്ചത് ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനായും സൃഷ്ടിക്കുകയും അതിൽ സ്ഥിതി, സംഹാരം ഇവ മുഴുവനായും നടത്തുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥമായ ശാശ്വത രൂപത്തിൽ ഭഗവാൻ പദാർത്ഥത്തിൽ പരമ്പൊരുളായി പ്രകടമാവുകയും അന്തർഗതനാവുകയും ചെയ്യുന്നു. അതിലും ഉപരിയായി മാധവാചാര്യർ വിശദീകരിക്കുന്നത് ഓരോ വ്യക്തിയും അവനവന്റെ കർമ്മത്തെ വാർത്തെടുക്കുന്നു. എന്നാൽ ഭക്തിയിൽ കൂടി ഒരു വ്യക്തിക്ക് തന്റെ മുഴുവൻ കർമ്മങ്ങളെയും ഇല്ലാതാക്കി തന്റെ യഥാർത്ഥ സ്ഥാനമായ ശാശ്വതമായ ആത്മീയ ലോകത്തിൽ പരമ്പൊരുളായ ഭഗവാനെ സേവിക്കുന്നതിനായി തിരികെ പോകാൻ സാധിക്കും. ഹരേ കൃഷ്ണ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാധവാചാര്യർ വായുദേവൻ തന്നെയാണ്. അദ്ദേഹം രാമാനുജാചാര്യർ വന്ന ശേഷം വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആചാര്യനാണ്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ എന്താണ് സിദ്ധാന്തം? അദ്ദേഹം മെയിനായിട്ട് പ്രയത്നിച്ചത് ശങ്കരാചാര്യർ കൊണ്ടുവന്ന അദ്വൈതവാദത്തെ തീർച്ചയായിട്ടും അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ എതിർത്ത് വൈഷ്ണവ സിദ്ധാന്തം കുറച്ചും കൂടിയും ഉറപ്പിച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതിയാണ് മെയിനായിട്ട് ഭാഷ്യം. അദ്ദേഹത്തിന്റെ ആണ് പൂർണ്ണപ്രജ്ഞ ഭാഷ്യം. എന്താണ് സിദ്ധാന്തം? ശുദ്ധ ദ്വൈതമാണ്. അതായത് കംപ്ലീറ്റ്ലി ഡ്വലിസം. അതായത് ജീവാത്മാവും പരമാത്മാവും ടോട്ടലി ഡിഫറെന്റ് ആണ്. പൂർണ്ണദ്വൈതം, അതാണ് അദ്ദേഹത്തിന്റെ വേദാന്ത തത്വം. അത് സ്ഥാപിക്കാൻ വേണ്ടി ഒന്നാണ്. അപ്പൊ കുറച്ചും കൂടിയും ആ രാമാനുജാചാര്യ കൊടുന്ന ആ സിദ്ധാന്തത്തിനെ കുറച്ചും കൂടി റിഫൈൻ ചെയ്തു. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം തെറ്റാന്ന് പറഞ്ഞില്ല, കുറച്ചും കൂടി റിഫൈൻ ചെയ്തു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അപ്പൊ അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ നിന്ന് 3 തരം ജീവാത്മാക്കൾ, അതായത് 3 മെയിൻ ആയിട്ടുള്ള എലിമെന്റ് ആണ്. ഒന്നാമത് പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ. ഓക്കെ, ഹി ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. രണ്ടാമത് ജീവാത്മാക്കൾ, എല്ലാ ലിവിങ് എൻറ്റിറ്റീസും. പിന്നെ ഭൗതിക പ്രകൃതി. ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ നേച്ചർ. പക്ഷെ അതില് ഈ ഭൗതിക പ്രകൃതി മാത്രം ഇൻഫീരിയർ ആണ്, ഇൻഫീരിയർ നേച്ചർ ആണ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു സ്പെഷ്യാലിറ്റി ആണ്. അപ്പൊ എന്താണ് പറയുന്നത്? ഭൗതിക പ്രകൃതി ഇവയാണ്. രാമാനുജരെക്കാളും കൂടുതൽ ശക്തമായി ഭഗവാനും ജീവാത്മാക്കളും എന്നെന്നും വ്യത്യസ്തമായി എന്ന് മാധവാചാര്യർ ശക്തമായി എടുത്തു കാട്ടി. അപ്പോൾ എന്നും അവര് എറ്റേണലി എക്സിസ്റ്റന്റ് ആണ്, ഒരിക്കലും ഒരു ലയിക്കുന്നില്ല അന്യോന്യം.
ഈവൻ ഈ ദേഹം വെടിഞ്ഞാലും അവർ ലയിക്കുന്നില്ല. അപ്പോ ജീവാത്മാക്കളും പരമ പുരുഷോത്തം ഭഗവാൻ എന്നും എക്സിസ്റ്റിംഗ് എറ്റേണലി ആസ് എൻ ഇൻഡിവിജ്വൽ എന്നാൽ അത് എടുത്തു കാട്ടി. ഭഗവാന്റെ അധമശക്തി, എന്താ അധമശക്തി പറഞ്ഞാൽ ഇൻഫീരിയർ നേച്ചറാണ്. ഭൗതിക പ്രകൃതിയേക്കാൾ ഭഗവാൻ എന്നെന്നും അതീന്ദ്രിയമായാണ്. അപ്പോൾ ഭഗവാന്റെ ഒരുപാട് ശക്തിയുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്തരാംഗ ശക്തി, ബഹിരാംഗ ശക്തി, തഥാസ്ഥ ശക്തി. അപ്പൊ അതിലത്തെ ബഹിരാംഗ ശക്തിയാണ് ഈ മെറ്റീരിയൽ നേച്ചർ, ഈ പ്രകൃതി. അത് അധമശക്തി എന്ന് പറയുന്നത്. അധമശക്തി എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ നേച്ചർ. സ്പിരിച്വൽ വേൾഡിൽ ആധ്യാത്മിക ലോകം അത് സുപ്പീരിയർ നേച്ചറാണ്, അത് ഉത്തമ പ്രകൃതി. ഇത് അധമശക്തിയാണ്, ഉത്തമ ശക്തിയാണ് അത്, ഇത് അധമശക്തിയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ കുറച്ചും കൂടി റിഫൈൻ ചെയ്തു മാധവാചാര്യൻ. ആരെക്കാട്ടിലും രാമാനുജാചാര്യരെക്കാട്ടിലും. അത് തെറ്റാന്ന് പറഞ്ഞില്ല, പക്ഷെ അതിന് കുറച്ചും കൂടി റിഫൈൻ ചെയ്തു. അപ്പോ പദാർത്ഥം, അതായത് മാധവാചാര്യൻ നിലനിർത്തി പോകുന്ന തത്വം എന്തെന്നാൽ ജീവാത്മാക്കൾ കേവലം പദാർത്ഥത്തിനേക്കാൾ ഉപരിയാണെന്നും, അതായത് ഈ മെറ്റീരിയൽ എലിമെന്റ്സ് ഭൗതിക ലോകത്തെക്കാട്ടിലും ഉപരിയാണ്. വി ആർ സുപ്പീരിയർ ഇൻ നേച്ചർ. കാരണം നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ജീവാത്മാക്കളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ലിവിങ് എൻറ്റിറ്റീസ് ആണ് നമ്മൾ. പ്രകൃതി ലിവിങ് അല്ല, ഡൾ മാറ്റർ അല്ലേ? അപ്പോ അതിനെക്കാട്ടിലും സുപ്പീരിയർ ആണ് നമ്മൾ ലിവിങ് എൻറ്റിറ്റീസ്. അപ്പൊ അവർ പരമദിവ്യത്വ പുരുഷനിൽ നിന്നും തികച്ചും ഭിന്നരാണ്. എന്നാലോ നമ്മൾ പരമപുരുഷത്വം ഭഗവാന് ഈക്വൽ ആണോ? അല്ല, നമ്മൾ വ്യത്യാസമുണ്ട്. ഭഗവാൻ ഗ്രേറ്റ് ആണ്, ഹീസ് ഇൻഫിനിറ്റ്, വി ആർ ഇൻഫിനിറ്റിസിമൽ. ഓർ ഹീസ് വിഭു, വി ആർ അനു. ഇതാണ് വ്യത്യാസം. ഭഗവാൻ സർവ്വതിന്റെയും നിയന്താവാണ്, അദ്ദേഹമാണ് എല്ലാറ്റിന്റെയും നിയന്താവ് എന്ന് പറഞ്ഞാൽ കൺട്രോളർ. ഹീസ് ദ കൺട്രോളർ, ഹീസ് ദ പ്രൊപ്പറേറ്റർ, ഹീസ് ദ എൻജോയർ. സർവതന്ത്രജ്ഞനുമാണ്. എന്നാൽ ജീവാത്മാക്കൾ മുഴുവൻ സമയം അദ്ദേഹത്തെ ആശ്രയിക്കുന്നു. അപ്പൊ നമ്മളുടെ എക്സിസ്റ്റൻസ് എന്താണ്? അദ്ദേഹത്തിനെ, ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മാധവാചാര്യൻ ഇതാണ് പഠിപ്പിച്ചത്. പരമദിവ്യത്വ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനായും സൃഷ്ടിക്കുകയും അതിൽ സ്ഥിതി സംഹാരം ഇവ മുഴുവനായും നടത്തുകയും ചെയ്യുന്നു. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു, അതിന്റെ സൃഷ്ടികർത്താവ് മാത്രമല്ല, അതിന്റെ സംഹാരവും അതിന്റെ സ്ഥിതി മെയിൻ്റനൻസും ഭഗവാൻ തന്നെ ചെയ്യുന്നു. അതിലും ഉപരിയായി മാധവാചാര്യർ വിശദീകരിക്കുന്നത് ഓരോ വ്യക്തിയും അവനവന്റെ കർമ്മത്തെ വാർത്തെടുക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ ജീവാത്മാക്കളും, എസ്പെഷ്യലി മനുഷ്യര്, നമ്മള് ഈ മനുഷ്യ ജന്മത്തിലാണ് നമ്മൾ കർമ്മം ഉണ്ടാക്കുന്നത്, മറ്റുള്ള ജന്മങ്ങളില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനനുസരിച്ചാണ് നമുക്ക് പല പല ശരീരങ്ങളും കിട്ടുന്നത്. ഇത് വളരെ പ്രത്യേകിച്ചിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ വൈഷ്ണവ സിദ്ധാന്തത്തിൽ. ശാശ്വതമായ ആത്മീയ ലോകത്തിൽ പരമ്പൊരുളായി ഭഗവാനെ സേവിക്കുന്നതായി തിരികെ പോകാൻ ചെയ്യും. അപ്പൊ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചാൽ നമുക്ക് എന്നേക്കുമായി വൈകുണ്ഠ ലോകങ്ങളിലെ ഭഗവാനെ സേവിച്ച് ജീവിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹത്തിന്റെ ഈ വൈഷ്ണവ സിദ്ധാന്തം. കുറച്ചും കൂടി റിഫൈൻമെന്റ്. എന്തെങ്കിലും കൂടുതൽ പോയിന്റ്സ് അറിയാനുണ്ടോ? ക്ലിയർ ആണോ? അപ്പോ വൺ ആഫ്റ്റർ അനദർ, ബുദ്ധമതം, പിന്നെ അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ശുദ്ധദ്വൈതം, ഇങ്ങനെ 1 by 1. ഓക്കെ, അതിൽ അദ്വൈതം, ബുദ്ധമതം ഒരു വോയിഡിസം അല്ലെങ്കിൽ എത്തിസ്റ്റിക് ഫിലോസഫിയാണ്, ഒരു നിരീശ്വരവാദത്തെ പോലെയാണ്. കാരണം ഭഗവാൻ ഇല്ല എന്നുള്ള ഒരു മതമാണ്. അതിനുശേഷം അദ്വൈതം, ഭഗവാനും നമ്മൾ ഒന്നാണ് എന്നുള്ളത് പറഞ്ഞു അല്ലേ? പിന്നെ രാമാനുജാചാര്യർ വന്നു, അല്ല നമ്മൾ രണ്ടാണ്. പിന്നെ മാധവാചാര്യർ കുറച്ചും കൂടി റിഫൈൻ ചെയ്തു. ഇങ്ങനെ സിദ്ധാന്തം സ്ലോലി ആൻഡ് ഗ്രാജുവലി റിഫൈൻമെന്റ് ടുക്ക് പ്ലേസ്. പിന്നീട് ശ്രീ ചൈതന്യ മഹാപ്രഭു. ആരാണ് ഇനി വായിക്കാൻ? ഓക്കെ, സ്വാതി മാതാജി വായിക്കും. ക്ലിയർ കുറവാ പ്രജി. ശ്രീ ചൈതന്യ മഹാപ്രഭു 16-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തോടെ ബംഗാളിൽ ശ്രീ രാമാനുജരുടെയും
ശ്രീ മാധവാചാര്യരുടെയും ഈശ്വര ആരാധന തത്വമായ വൈഷ്ണവസം, വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ അതിന്റെ പരമോന്നതിയിൽ എത്തിച്ചേർന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വമായ അചിന്യ ഭേദ അഭേദ തത്വം ഈശ്വര ആരാധനയുടെ അനുപാതം പൂർണ്ണമാക്കി. ശ്രീ രാമാനുജർ ശ്രീ ശങ്കരാചാര്യരുടെ പരമസത്യം ഒന്നാണ് എന്ന തത്വത്തിനോട് യോജിച്ച്, എന്നാൽ ആ ഒന്ന് എന്ന പരമസത്യത്തിൽ വ്യക്തിപരമായ വ്യത്യാസം ഊന്നിപ്പറഞ്ഞുകൊണ്ട് വിയോജിപ്പ് കാണിച്ചു. ശ്രീ മാധവാചാര്യർ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ശാശ്വതമായ ദ്വൈതത്തെ അടിവരയിട്ടു കാണിച്ചു. അദ്ദേഹം നിലനിർത്തിയത് ഈ ദ്വൈതം മോക്ഷത്തിന് ശേഷവും നിലനിൽക്കുന്നു എന്നാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു അതിനുമപ്പുറം എടുത്തുകാട്ടിയത് പരമാത്മാവും ജീവാത്മാവും ഗുണത്തിന്റെ കാര്യത്തിൽ ഒന്നാണെങ്കിലും അളവിൽ വ്യത്യസ്തമാണ് എന്നുമാണ്. അചിന്യ ഭേദ അഭേദ തത്വം അവർ സവിശേഷതയിൽ ഒന്നാണ്, പക്ഷെ അതിന്റെ അളവിൽ വ്യത്യസ്തരാണ്. അത് അടുത്തതുകൂടി വായിക്കട്ടെ വൃത്തി. ശ്രീ ചൈതന്യ മഹാപ്രഭു AD 1486-1534 ബംഗാളിലെ നവദ്വീപിൽ ജനിച്ചു. അദ്ദേഹം 24-ാമത്തെ വയസ്സിൽ സന്യാസം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരുവായിരുന്ന ശ്രീ ഈശ്വരപുരി ശ്രീ മാധവേന്ദ്രപുരിയുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹം ശ്രീ മാധവാചാര്യരുടെ പരമ്പരയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികൾ ആയിരുന്ന 6 ഗോസ്വാമിമാർ രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, ജീവ ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി എന്നിവർ വിപുലമായ സാഹിത്യങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വങ്ങളെ സമാഹരിക്കുകയും ചെയ്തു. ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ഭഗവാൻ കൃഷ്ണനോടുള്ള അതീന്ദ്രിയ പ്രേമത്താൽ 8 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ശിക്ഷാഷ്ടകം എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അനുയായികൾ മനസ്സിലാക്കിയത് ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ തന്നെയായിരുന്നു, പക്ഷെ ഒരു ഭക്തന്റെ രൂപത്തിൽ ആണ് അവതരിച്ചത് എന്നു മാത്രം. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് കേട്ടോ. അടുത്ത ആചാര്യനാണ്, പ്രധാനപ്പെട്ട ആചാര്യനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അദ്ദേഹത്തിന്റെ സമയം എന്തായിരുന്നു? AD 1486-1534 വരെ 48 വർഷമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അത് ഏകദേശം 520 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ മാധവാചാര്യർക്ക് ശേഷം ചൈതന്യ മഹാപ്രഭു ആ വൈഷ്ണവ സമ്പ്രദായത്തിന്റെ വൈഷ്ണവ ഫിലോസഫിയെ ഒന്നുകൂടി റിഫൈൻ ചെയ്തു. എന്താണ് അദ്ദേഹം പറഞ്ഞത് നോക്കാം. 16-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തോടെ ബംഗാളിൽ ശ്രീ രാമാനുജാചാര്യരുടെയും ശ്രീ മാധവാചാര്യരുടെയും ഈശ്വരാരാധന തത്വമായ വൈഷ്ണവിസം, വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ അതിന്റെ പരമോന്നതയിൽ എത്തിച്ചേർന്ന ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വമായ അചിന്യ ഭേദ അഭേദ തത്വം. എന്താണ് അതിന്റെ അർത്ഥം അറിയോ? അചിന്യ ഭേദ അഭേദ തത്വം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതായത് സൈമുൾട്ടേനിയസ് വൺനെസ് ബട്ട് ഡിഫറെന്റ്. നമ്മളും ഭഗവാനും ഒന്നാണ്, ഗുണത്തിൽ ഒന്നാണ് എന്ന അളവിൽ വ്യത്യസ്തമാണ്. അതാണ് ഗുണത്തിൽ ഒന്നാണ്, പക്ഷെ അളവില്. എന്താണ് ഗുണം? ഭഗവാനും നമ്മളും ഒരേ സച്ചിത് ആനന്ദം. നമ്മളും, അതായത് നമ്മുടെ ആത്മാവിനെ പറ്റി പറയാം. നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലല്ല. ശരീരം ജഡമാണ്, ജഡവസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയതാണ്, പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷെ ആത്മാവ് അതല്ല. ആത്മാവ് ശാശ്വതമാണ്, അത് സച്ചിദാനന്ദമാണ്. ഭഗവാനും അതേപോലെയാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? ക്വാണ്ടിറ്റിയില്. അപ്പോ ഫോർ എക്സാമ്പിൾ ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളവും കംപ്ലീറ്റ് സമുദ്രവും വ്യത്യാസമില്ലേ? അതേപോലെയാണ് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം. നമ്മുടെ ഒരു തുള്ളി വെള്ളത്തിലെ ആ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിയാലും കംപ്ലീറ്റ് ആ സമുദ്രത്തിലെ പ്രോപ്പർട്ടി ഒരേപോലെ ആയിരിക്കും, അതിന്റെ പ്രോപ്പർട്ടീസ് ഒരേ ഇതായിരിക്കും. പക്ഷേ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതാണ് simultaneous oneness in quality but different in quantity. എപ്പോഴും അതുണ്ടായിരിക്കും. ആ വ്യത്യാസത്തിനാണ് ഊന്നി പറഞ്ഞത്. അതാണ് അചിന്യ ഭേദ അഭേദ തത്വം.
I am one with God in quality. എന്തൊക്കെ ഭഗവാന് ക്വാളിറ്റീസ് ഉണ്ട് അതെല്ലാം ജീവാത്മാവിനും ഒരു മിനിറ്റ്. അപ്പോ in quality we have the same as the supreme personality of Godhead, but in quantity we lack. ഇതാണ് അചിന്ത്യ ഭേദ അഭേദ തത്വം എന്ന് പറയുന്നത്. പിന്നെ അതല്ലാതെ എന്താണ് പറഞ്ഞത്, ശ്രീ മാധവാചാര്യർ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ശാശ്വതമായ ദ്വൈതത്തെ അടിവരയിട്ട് കാണിച്ചു. അദ്ദേഹം നിലനിർത്തിയ ഈ ദ്വൈതം മോക്ഷത്തിൽ ശേഷവും നിലനിൽക്കുമെന്നാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു അതിനപ്പുറം എടുത്തു കാട്ടിയത് പരമാത്മാവും ജീവാത്മാവും ഗുണത്തിന്റെ കാര്യത്തിൽ ഒന്നാണെങ്കിലും അളവിൽ വ്യത്യാസമാണ് എന്നതാണ്. അചിന്ത ഭേദ അഭേദ തത്വം. അവർ സവിശേഷതയിൽ ഒന്നാണ്, പക്ഷേ അതിന്റെ അളവിൽ വ്യത്യാസമാണ്. അത് വളരെ അടിവരായിട്ട് കാണിച്ച് വളരെ എംഫസൈസ് ആയിട്ട് പറഞ്ഞു തന്നു നമുക്ക്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലം അതായിരുന്നു. ബംഗാളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്, നവദ്വീപ് എന്നുള്ള സ്ഥലത്താണ്. അപ്പൊ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികളാണ് നമ്മളെല്ലാവരും. ഇസ്കോൺ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ അചിന്ത്യ ഭേദ അഭേദ തത്വത്തിനെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഇസ്കോണിന്റെ സമ്പ്രദായത്തിനെ ബ്രഹ്മാവാണ് ആദ്യത്തെ ആചാര്യൻ. ഓക്കെ, ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. പിന്നെ പരമ്പരാഗതമായിട്ട് മെയിൻ ആയിട്ടുള്ള പ്രൊമിനന്റ് ആചാര്യ മാധവാചാര്യരാണ്. അത് കഴിഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ട് ബ്രഹ്മ മാധവ ഗൗഡദേശത്ത് നിന്നുള്ള ആചാര്യനുണ്ട് ഗൗഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബംഗാളിലെ ആ സ്ഥലത്തിന് ഗൗഡദേശം, ചൈതന്യ മഹാപ്രഭുവിൻ ജനിച്ചുകൊണ്ട് ഗൗഡദേശം എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മ മാധവ ഗൗഡിയ സമ്പ്രദായം എന്നാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന, ഇസ്കോൺ ഫോളോ ചെയ്യുന്ന ഈ സമ്പ്രദായത്തിനെ പറയുന്നത്. പിന്നെ നമ്മൾ എന്നും ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന, അത് ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളെ സേവിച്ചു കൊണ്ടിരിക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു സിദ്ധാന്തമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളായിരുന്ന 6 ഗോസ്വാമിമാരാണ് ഷഡ് ഗോസ്വാമി എന്ന് പറയും. അവരാണ് ഇതിന്റെ ശരിക്കുള്ള പ്രചാരകന്മാർ. ആരാണ്? രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, ജീവ ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി. ഈ 6 ഗോസ്വാമിമാരാണ് അദ്ദേഹത്തിന്റെ പ്രൈം ഡിസൈപ്പിൾസ്. അവരാണ് ഈ ഗൗഡിയ സിദ്ധാന്തം, ചൈതന്യ മഹാപ്രഭുവിന്റെ സിദ്ധാന്തം ശരിക്കും പ്രചരിപ്പിച്ചത്. വിപുലമായ സാഹിത്യത്തിൽ അവർ ഒരുപാട് ഭക്തി ലിറ്ററേച്ചർ, ഒരുപാട് ഗ്രന്ഥങ്ങൾ അവർ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാം ഫോളോ ചെയ്തു വരുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വങ്ങളെ സമാഹരിക്കുകയും ചെയ്തു. ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ഭഗവാൻ കൃഷ്ണനോടുള്ള അതീന്ദ്രിയ പ്രേമത്താൽ 8 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ്, ആർക്കെങ്കിലും അറിയോ എന്താണ് 8 ശ്ലോകങ്ങൾ എന്ന്? ചൈതന്യ മഹാപ്രഭു നമുക്ക് കാര്യമായിട്ട് തന്നിട്ടുള്ള ശിക്ഷ ഇതാണ്, 8 ശ്ലോകങ്ങളിലാണ്. ഈ 8 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ വേദങ്ങളുടെ സാരമാണ്. അതിന് ശിക്ഷാഷ്ടകം എന്ന് പറയും. ഒരു ദിവസം നമുക്ക് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അത് എസെൻസ് ഓഫ് ഓൾ ദ വേദാസ് ആണ് ഈ ശിക്ഷാഷ്ടകം എന്ന് പറയുന്നത്. അതാണ് 8 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ശിക്ഷാഷ്ടകം എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അനുയായികൾ മനസ്സിലാക്കിയത് ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ തന്നെയായിരുന്നു, പക്ഷേ ഒരു ഭക്തന്റെ രൂപത്തിൽ ആണ് അവതരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ചൈതന്യ മഹാപ്രഭു ആരാണ്? ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ സ്വയം തന്നെയാണ്. കൃഷ്ണൻ ആരും പറഞ്ഞ സ്വയം വന്നു. കലികാലമാണ്, വേറെ ആരും പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ തന്നെ വരണം എന്നുകൊണ്ട് അദ്ദേഹം വേഷം മാറിയിട്ട് ഒരു ഭക്തരൂപത്തില്, എങ്ങനെ ഒരു ഭക്തൻ ഭഗവാനെ ഭഗവത് സാക്ഷാത്കാരം ലഭിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ ജീവിക്കണം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സ്വയം കൃഷ്ണൻ വേഷം മാറിയിട്ട് ചന്ന രൂപത്തില്, ചന്ന അവതാരമായിട്ട്, ഒരു ഹിഡൻ അവതാരമായിട്ട് ഈ കലികാലത്തിന്റെ പ്രഥമ സന്ധ്യയില് വന്നു. അതാണ് ചൈതന്യ മഹാപ്രഭു. എന്നിട്ട് അദ്ദേഹം ആചരിച്ച് കാണിച്ചു തന്നു എങ്ങനെ ഒരു ഭക്തൻ ജീവിക്കണം എന്ന് കാണിച്ചു തന്നു. അതാണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ സ്വയം ഭഗവാനാണ് അത്. ഫൈനലി സോ ഹി ഹാസ് കംപ്ലീറ്റ്ലി റിഫൈൻഡ് ദ സിദ്ധാന്തം. ബുദ്ധമതം, അത് റീസെന്റ് ടൈമിലത്തെ കാര്യം പറയണത്. ബുദ്ധമതം തുടങ്ങി ശങ്കരാചാര്യർ വന്നു, രാമാനുജാചാര്യർ വന്നു, അത് കഴിഞ്ഞിട്ട് മാധവാചാര്യർ വന്നു, അത് കഴിഞ്ഞ് ചൈതന്യ മഹാപ്രഭു ഈ വൈഷ്ണവ സിദ്ധാന്തത്തിനെ
ഫുള്ളി കംപ്ലീറ്റ്ലി റിഫൈൻ ചെയ്ത് നമുക്ക് തന്നു. അതാണ് വൈഷ്ണവ സിദ്ധാന്തം. അതായത് ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സിദ്ധാന്തം ചൈതന്യ മഹാപ്രഭുവാണ്. അചിന്ത ഭേദ അഭേദ തത്വം അതിനെ ശരിക്കും നമുക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഗോസ്വാമിമാരും എല്ലാ ഗ്രന്ഥങ്ങളും എഴുതി അതിനെ നമ്മൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തില് പ്രഭുപാദര ഇസ്കോൺ ഫൗണ്ടർ ആചാര്യ AC ഭക്തിവേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദര വേർഡ് ടു വേർഡ് മീനിങ് തന്നു, അതിന് വിവർത്തനം തന്നു, അതിന് ഭാവാർത്ഥം തന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ജ്യൂസ് പോലെ, ജ്യൂസ് അങ്ങനെ ജസ്റ്റ് കുടിക്കല്ലേ വേണ്ടു, അതേപോലെ നമുക്ക് ആക്കി തന്നു. മൈൽഫീൽഡ് അടുത്ത്. ഓക്കെ, എന്തെങ്കിലും എനി അതർ പോയിന്റ്സ്? ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്തെങ്കിലും വേറെ വല്ല പോയിന്റ്സും അറിയാനുണ്ടോ, അല്ല കമന്റ്സും ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരിബോൾ. പോയിന്റ്സ് ഇല്ലെങ്കിൽ we'll go to the discovery. Okay. ആരാണ് ഒരു ആചാര്യൻ? ഓക്കെ, പ്രിയ മാതാജി. ഞാനാണോ പ്രഭുജി പറയണ്ടേ? മാതാജി പറയൂ, ആരാണോ ഒരു ആചാര്യൻ? ഒരു റിവിഷൻ ആയിക്കോട്ടെ എല്ലാവർക്കും. ഒരു ജ്ഞാനത്തിൽ നിപുണനായിരിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അത് സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആചാര്യൻ. ആണോ പ്രഭുജി? ഓക്കെ, ഗുഡ്. 4 ആചാര്യന്മാരുടെ പേരുകൾ പറയുക. മാതാജിനെ പറഞ്ഞോളൂ. ശങ്കരാചാര്യർ, രാമാനുജനാചാര്യ, മാധവാചാര്യർ, ചൈതന്യ മഹാപ്രഭു. ഓക്കെ, അവര് ജീവിച്ചിരുന്ന ആ കാലഘട്ടം കൂടി അല്ലേ? കാലഘട്ടം ആ പാരഗ്രാഫിൽ നമുക്ക് വായിക്കാൻ പറയാം. ഓക്കെ, let us go there. ശങ്കരാചാര്യര് AD 788 820. പിന്നെ ശങ്കരാചാര്യര് AD 788. അതെ. മറ്റേത് 1017 to 1137 രാമാനുജാചാര്യര്. മാധവാചാര്യര് 1239 to 1319. Okay, and ചൈതന്യ മഹാപ്രഭു 16-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ 1486 to 1534. Okay, ഇതാണ് അവരുടെ കാലഘട്ടം, അവർ ജീവിച്ചിരുന്ന കാലഘട്ടം. ഈ ഓരോ ആചാര്യന്മാരുടെ സാഹിത്യ സംഭാവനകൾ. ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം, രാമാനുജരാജ വിശിഷ്ട അദ്വൈത സിദ്ധാന്തം, ശാരീരിക ഭാഷ്യം, രാമാനുജാചാര്യരുടെ വിശിഷ്ട അദ്വൈത സിദ്ധാന്തം, ശ്രീഭാഷ്യം, മാധവാചാര്യരുടെ പൂർണ്ണദ്വൈത സിദ്ധാന്തം, വേദാന്ത സംഗ്രഹം, ശ്രീഭാഷ്യം, ഭഗവത്ഗീത ഭാഷ്യം. ഇത് 3 ഉണ്ട്. ഭഗവത്ഗീത ഭാഷ്യം. മാധവാചാര്യ പൂർണ്ണദ്വൈത സിദ്ധാന്തം, ചൈതന്യ മഹാപ്രഭു അഭേദ ചിന്ത്യ സിദ്ധാന്തല്ല, ഏത് പുസ്തകമാണെന്നുണ്ട്. അതായത് മാധവാചാര്യ പൂർണ്ണ പ്രജ്ഞ ഭാഷ്യം. പൂർണ്ണ പ്രജന ഭാഷ്യം. ചൈതന്യ മഹാപ്രഭു ഒരു ഭാഷ്യം ചെയ്തില്ല. കാണിച്ചാൽ അത് ബലദേവ് വിദ്യാഭൂഷണാണ് ഭാഷ്യം എഴുതിയത്. ഗോവിന്ദ ഭാഷ്യമാണ് അത്. ചൈതന്യ മഹാപ്രഭു അല്ല തന്നിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ ലിറ്റററി കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ
മെയിനായിട്ട് ശിക്ഷാഷ്ടകം 8 ശിക്ഷ. ശ്ലോകങ്ങളാണ്. ഓക്കെ. ഓക്കെ, മനസ്സിലാക്കിയത്. ശ്രീ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം മറ്റുള്ളവരുടെ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു? എന്തുകൊണ്ടാണ് അന്ന് അദ്ദേഹം അത്തരത്തിലുള്ള തത്വശാസ്ത്രം വെളിച്ചത്ത് കൊണ്ടുവന്നത്? സതീഷ് പ്രഭു. പ്രഭുജി, ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു? എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത്തരത്തിലൊരു തത്വശാസ്ത്രം? അത് പ്രഭുജി എനിക്ക് വ്യക്തമായി അറിയുന്നില്ല അതിന്റെ ആൻസർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശങ്കരാചാര്യർ എന്താണ് തത്വശാസ്ത്രം കൊടുക്കുന്നത്? അദ്വൈതം. എന്തുകൊണ്ടാണ് ഈ അദ്വൈതം കൊണ്ടുവരാൻ കാരണം? എന്തുകൊണ്ടും ഡയറക്ട്ലി അദ്ദേഹം ഒരു ഫൈനൽ സിദ്ധാന്തം കൊടുന്നില്ല. കാരണം അന്ന് നിലവിൽ നിന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ബുദ്ധമതമായിരുന്നു. നിരീശ്വരവാദത്തിന്. അതെ, പറയും മാതാജി. അന്ന് അതുവരെ നിലവിലുണ്ടായിരുന്നത് നിരീശ്വരവാദമായിരുന്നു. അതായത് ആ നിരീശ്വരവാദത്തിൽ നിന്ന് അതിൽ നിന്നും ജനങ്ങളെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സിദ്ധാന്തം, അദ്വൈത സിദ്ധാന്തം ഉണ്ടായത്. അതാണ് അതിന്റെ കാരണം. സതീഷ് മനസ്സിലായോ? അന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധമതമായിരുന്നു നിലവിലുണ്ടായിരുന്നത്, അത് നിരീശ്വരവാദമായിരുന്നു. അപ്പൊ അതിനെ, വേദത്തിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ വന്നത്. അപ്പൊ അന്ന് അതുകൊണ്ട് അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ചു. രണ്ട്, എങ്ങനെയൊക്കെയാണ് ശ്രീ രാമാനുജാചാര്യൻ ശങ്കരാചാര്യനും തത്വശാസ്ത്രം പരിഷ്കരിച്ചത്? എങ്ങനെയൊക്കെയാണ് ശ്രീ രാമാനുജാചാര്യ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം പരിഷ്കരിപ്പിച്ചത്? എങ്ങനെയാണ് രാമാനുജാചാര്യ അതായത് ശങ്കരാചാര്യരുടെ ആ സിദ്ധാന്തത്തിനെ എങ്ങനെയാണ് പരിഷ്കരിച്ചത്? സതീഷ് പ്രഭു. രണ്ടും, അതായത് അദ്വൈത സിദ്ധാന്തത്തില് പരമാത്മാവും ജീവാത്മാവും ഒന്നാണെന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു ശങ്കരാചാര്യരുടെ. പക്ഷെ രാമാനുജരുടെ രണ്ടും ജീവാത്മാവും പരമാത്മാവും വേറെ വേറെ ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ആചാര്യർ കൊണ്ടുവന്നത്. വെരി ഗുഡ്. 3, പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഏതൊക്കെ വസ്തുക്കളാണ് ശ്രീ മാധവാചാര്യർ ഊന്നി പറഞ്ഞത്? എന്തായിരുന്നു പോയിന്റ്? മാധവാചാര്യരുടെ പോയിന്റ്സ് എന്തായിരുന്നു? വേറെ ആർക്കെങ്കിലും? ശ്രീദേവി മാതാജി, എന്താണ് മാധവാചാര്യരുടെ പോയിന്റ്സ്? മറ്റുള്ളവരിൽ നിന്നും ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഒരു പ്രേമബന്ധം നിലനിൽക്കുന്നു. അതാണ് പ്രഭുജി. ജീവാത്മാവും പരമാത്മാവും തമ്മിലൊരു പ്രേമബന്ധം നിലനിൽക്കുന്നു. ലവിങ് റിലേഷൻഷിപ്പ്, അതാണോ പ്രഭുജി? അതെ അതെ അതെ, അതൊന്നുണ്ട്. ആ ലവിങ് റിലേഷൻഷിപ്പ് അതല്ലാണ്ട് 3 തരം ജീവാത്മാക്കളുണ്ട്. ഒന്ന് പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ, പിന്നെ ജീവാത്മാക്കൾ, പിന്നെ ഭൗതിക പ്രകൃതി. ഓക്കെ, ഇതാണ് 3 മെയിൻ ഫീച്ചേഴ്സ് ആണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ആത്മാവെന്ന് പറയാൻ പറ്റില്ല, പ്രകൃതി എങ്കിലും കൂടിയിട്ട് 3 മെയിൻ ഫീച്ചേഴ്സ് ആണ് അദ്ദേഹം, ആസ്പെക്ട്സ് ആണ് പറഞ്ഞത്. പരമാത്മാവും ജീവാത്മാവും നേച്ചറും. അതിൽ നേച്ചർ ഇൻഫീരിയർ ആണ്, പ്രകൃതി ഇൻഫീരിയർ ആണ്. പിന്നെ ഭഗവാനും ജീവാത്മാവും തമ്മിലൊരു പ്രേമബന്ധം ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീ രാമാനുജാചാര്യയും ശ്രീ മാധവാചാര്യരുടെയും നിഗമനങ്ങളെ ക്രോഡീകരിച്ചത്? നിഗമനങ്ങളല്ല, അത് തെറ്റാണ്, വാക്ക് തെറ്റാണ്. ക്രോഡീകരിച്ചത് നിഗമനമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഓക്കെ, ക്രോഡീകരിച്ചത് എന്താണ് ചെയ്തത്? എന്താണ്? അചിന്ത്യ ഭേദ അഭേദ തത്വം. തമ്മിൽ ഒന്നാണ്, അളവിൽ ഗുണങ്ങളിൽ ഒന്നാണ് എന്നും അളവിൽ വ്യത്യസ്തമാണ് എന്നും. ഇൻ ക്വാണ്ടിറ്റി
the Jivatma is not at par with the Supreme Lord, not the same, but in quality same. പരമാത്മാവ് അതായത് ഭഗവാൻ സച്ചിദാനന്ദമാണ്, ജീവാത്മാവും സച്ചിദാനന്ദമാണ്. നമ്മുടെ ശരീരം ജഡമാണ്, പക്ഷെ നമ്മളെന്ന് പറയുന്ന ശരീരമല്ല, നമ്മൾ ആത്മാവാണെന്ന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയുടെ ഉടനീളം പറഞ്ഞ കാര്യമാണ്. വി ആർ നോട്ട് ദിസ് ബോഡി, വി ആർ ദ സോൾ, അല്ലെ? അപ്പോ ആത്മാവിന്റെ ക്യാരക്ടേഴ്സ് സച്ചിദാനന്ദമാണ്, ഭഗവാന്റെ ക്യാരക്ടേഴ്സും സച്ചിദാനന്ദമാണ്. ഭഗവാന്റെ ശരീരവും എല്ലാം അങ്ങനെ ഒരു ഭഗവാന്റെ ആത്മാവും ശരീരവും അങ്ങനെ വ്യത്യാസമില്ല. ഭഗവാൻ കംപ്ലീറ്റ് സച്ചിദാനന്ദമാണ്. നമ്മളുടെ ശരീരം മാത്രം സച്ചിദാനന്ദമല്ല, ആത്മാവ് മാത്രം സച്ചിദാനന്ദമാണ്. ശരീരം ജഡവസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്വാളിറ്റിയില് സെയിം ആണ്, പക്ഷെ ഇൻ ക്വാണ്ടിറ്റി ഈസ് ഗ്രേറ്റ് ആൻഡ് വി ആർ വെരി വെരി മൈന്യൂട്ട്, ഓർ ഹീസ് വിഭു, വി ആർ അനു. ഈ വ്യത്യാസമാണ് ഈ സിദ്ധാന്തത്തിലുള്ള. അപ്പൊ സ്ലോലി ആൻഡ് ഗ്രാജുവലി a refinement took place in this philosophy. It's not about രാമാനുജാചാര്യർ കൊണ്ടുവന്ന ആ വൈഷ്ണവ സിദ്ധാന്തത്തിനെ കംപ്ലീറ്റ് റിഫൈൻ ചെയ്തിട്ട് ചൈതന്യ മഹാപ്രഭു നമുക്ക് ഈ സിദ്ധാന്തം കൊണ്ടുവന്നു. അവിടെ ചേഞ്ച് ചെയ്തില്ല, സിദ്ധാന്തം ചെയ്തിരുന്നില്ല, കുറച്ച് റിഫൈൻ ചെയ്തു, അല്ലെ? നമ്മള് ആദ്യം ഫോർ എക്സാമ്പിൾ വീറ്റ് പിന്നെ പൊടിച്ച് അതിന് ആദ്യം എന്തെടുക്കും? ആട്ട, ഗോതമ്പിന്റെ ആട്ട ചപ്പാത്തിക്ക്, അതിനെ കുറച്ചും കൂടി റിഫൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മൈദ കിട്ടും, അല്ലെ? അങ്ങനെ റിഫൈൻമെന്റ് ചെയ്തത് മാത്രമേ, സംഗതി എല്ലാം സെയിം ആണ്. അപ്പൊ അതേപോലെ റിഫൈൻമെന്റ് നമ്മൾ ചെയ്തത് മാത്രം, അതാണ് വ്യത്യാസം. അല്ലാണ്ട് അപ്പൊ ഇതെല്ലാം ഓത്തന്റിക് സമ്പ്രദായം. ഈ ഇപ്പോ ശങ്കരാചാര്യരുടെ സിദ്ധാന്തം തെറ്റാണ്, ശരിയല്ല. പക്ഷെ രാമാനുജാചാര്യരുടെയും മാധവാചാര്യരുടെയും ചൈതന്യ മഹാപ്രഭുവിന്റെയും സിദ്ധാന്തം ശരിയാണ്. അതിലൊരു ചെറിയ റിഫൈൻമെന്റ് ടു പ്ലേസ്, ദാറ്റ്സ് ഓൾ, നോ അതർ. അപ്പൊ അതുകൊണ്ട് ഇത് ഓത്തന്റിക് സമ്പ്രദായ, മാധവാചാര്യരുടെയും രാമാനുജാചാര്യരുടെയും പിന്നെ ചൈതന്യ മഹാപ്രഭു ഓത്തന്റിക് വൈഷ്ണവ സമ്പ്രദായങ്ങളാണ്. ഓക്കെ. ഉപയോഗം. ഈ തത്വശാസ്ത്രങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നിയത്? എന്തുകൊണ്ട്? ഏതാണ്? ചൈതന്യ മഹാപ്രഭു കൊണ്ടുവന്ന. കാരണം അതാണ്, അദ്ദേഹം സ്വയം ഭഗവാനാണ്. സ്വയം ഭഗവാൻ വന്നിട്ട് അതിനെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. ഇതാണ് അതിന്റെ ശരിക്കുള്ള ഫൈനൽ കൺക്ലൂഷൻ എന്ന് കലികാലത്തിൽ എസ്പെഷ്യലി വളരെ നല്ല രീതിയിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ റെപ്രസെന്റേറ്റീവ് ആയ ശ്രീല പ്രഭുപാദ് നമുക്കത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തന്നു. അതാണ് നമ്മളുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും സരളമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരാളും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോ ഇന്ത്യയിൽ പൊതുവെ ഏത് സമ്പ്രദായമാണ് ആൾക്കാർ ഫോളോ ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ബ്രഹ്മ മാധവ ഗൗഡീയ സമ്പ്രദായം അല്ല, അല്ല. ഇന്ത്യയിൽ പൊതുവെ ഇന്ത്യയുടെ ഏത് കോണിൽ പോയാലും കൂടുതൽ നിലവിൽ ഇപ്പോ നടക്കുന്ന ഏതാണ് സമ്പ്രദായം? ബ്രഹ്മ ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച അദ്വൈതാണ് കൂടുതൽ എവിടെ പോയാലും. അതാണ് അവർ പറയുന്നത് സായുജ്യ മുക്തി, സായുജ്യം അതെ, അതാണ്. അതായത് ഞാനും ഭഗവാനും ഒന്നാണ്, മോണിസം, വ്യത്യാസമില്ല. ആ ഒരു സിദ്ധാന്തമാണ് പൊതുവെ. പക്ഷെ ഇപ്പോ ഒരു പ്യുവർ ഒരു ഇംപേഴ്സണൽ ഫിലോസഫി, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫിലോസഫി. ആർക്കും അറിയില്ല എന്താണ് ശരിയെന്ന്, ഏതാണ് മാർഗം, ഏതാണ് ശരി, ഏതാണ് തെറ്റ് അറിയാത്തത് കൊണ്ട്, എല്ലാം നിലവിലുള്ളതുകൊണ്ട് പലതിന്റെയും മിക്സ് ചെയ്തിട്ട് ഒരു അവിയൽ രൂപത്തിൽ ആൾക്കാർ ചെയ്യുന്നത്. ശുദ്ധമായിട്ടുള്ള ഒരു സിദ്ധാന്തം ആരും ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ ഫോർച്ചുനേറ്റ്ലി നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ വ്യത്യാസങ്ങൾ അറിയുന്നതുകൊണ്ട് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ പാത പിന്തുടരാൻ സാധിക്കുന്നു. മറ്റുള്ളവർ എന്താണ് എല്ലാം കൂടി കാണിച്ചാൽ പലതും കാണുന്നുണ്ട്, പലരും എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് സിദ്ധാന്തം എന്ന് മനസ്സിലാക്കാതെ എല്ലാം കൂടി മിക്സപ്പ് ചെയ്തിട്ട് അതും ചെയ്യും ഇതും ചെയ്യും, ശരിക്കുള്ള സിദ്ധാന്തം മനസ്സിലാക്കൂല. അത് അവരെന്താണ് മനസ്സിലാക്കിയത് അത് പ്രകാരം മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പൊ കംപ്ലീറ്റ് തെറ്റ്. ശരിക്കും ഒരു സിദ്ധാന്തവും ശരിക്കും ഫോളോ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഗൗഡിയ സമ്പ്രദായത്തില്, ഈവൻ ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തില്, മാധവ സമ്പ്രദായത്തില് അവർക്ക് അറിയാം എന്താണെന്ന്. വൈഷ്ണവ സമ്പ്രദായക്കാർക്ക് അറിയാം
എന്താണ് സമ്പ്രദായം എന്നുള്ളത്. അത് ശരിക്കും പഠിപ്പിച്ചു തരുന്നുണ്ട്. മറ്റതൊക്കെ ഊഹാപോഹങ്ങളും അവരുടെ ആ കോൺഷ്യസ്നെസ് വെച്ചിട്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ശരിക്കുള്ള ഒരു എസ്പെഷ്യലി നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ശരിക്കുള്ള ഒരു സിദ്ധാന്തം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മതപാഠശാല അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് എന്താണ് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ബിറ്റ്സ് ആൻഡ് പീസസ് ഇൻഫോർമേഷൻ വെച്ചിട്ട് അവർ എന്തൊക്കെയാ ഫോളോ ചെയ്യുന്നു. അതിൽ കുറെ ശരികളുണ്ടായിരിക്കാം, കുറെ തെറ്റുകളുണ്ടായിരിക്കാം. പക്ഷെ ശ്രീ വൈഷ്ണവനും മാധവാചാര്യന്റെ വൈഷ്ണവ സമ്പ്രദായം, ചൈതന്യ മഹാപ്രഭുവിന്റെ വൈഷ്ണവ സമ്പ്രദായം ഇവര് ഫോളോ ചെയ്യുന്നു പറഞ്ഞാൽ അത് ശരിക്കുള്ള അതിന്റെ ആ സിദ്ധാന്തം ശരിക്കും പഠിച്ചിട്ടാണ് മിക്ക ആൾക്കാരും, അറ്റ്ലീസ്റ്റ് അവർക്ക് അതിന്റെ ഒരു ഇതുണ്ട്. അദ്വൈത സമ്പ്രദായത്തില് ഒരുപാട് ബ്രാഞ്ചസ് വന്നു. അതുകൊണ്ട് അവിടെ ശരിക്കുള്ള ആ സമ്പ്രദായം ഫോളോ ചെയ്യുന്നില്ല. ഒരുപാട് ഡിനോമിനേഷൻസ് വന്നു, ഒരുപാട് ബ്രാഞ്ചസ് വന്നു. അഭിപ്രായ വ്യത്യാസം കൊണ്ടാണോ എന്താണ് കാരണം അറിയില്ല. പക്ഷെ ഒരുപാട് ബ്രാഞ്ചസുകളുണ്ട്. അതും ആ സമ്പ്രദായം ശരിക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതെല്ലാം തെറ്റിദ്ധാരണയാണ് കൂടുതൽ. ആ സിദ്ധാന്തം ശരിക്കും പഠിച്ച്, അതായത് എന്താണ് ശങ്കരാചാര്യ പറയുന്നത് അത് അവർക്ക് അറിയുന്നില്ല. അവർ പുസ്തകം വായിക്കും, പലതും പറയും, പക്ഷേ ശരിക്കും അവർക്ക് സമ്പ്രദായം ഇപ്പോഴും അറിയുന്നില്ല എന്താണെന്ന്. ഇതാണ് വ്യത്യാസം. ചൈതന്യ മഹാപ്രഭുവിന്റെ ആ കൃപ കൊണ്ട് നമുക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള ആ അറിവ് ലഭിച്ചു. ഓക്കെ, സോ എട്ടേകാലായി. സോ എനി ക്വസ്റ്റ്യൻസ്? ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഷെയറിങ്. വീഡിയോ ഒന്ന് ഓൺ ചെയ്തോട്ടെ എല്ലാവരും.